ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു സ്പെഷ്യൽ കിണ്ണത്തപ്പമാണ്. നോമ്പുതുറ സൽക്കാരത്തിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെൽക്കം ടു ദ വീഡിയോ. കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അരിമാവ് ഇട്ട് കൊടുക്കാം. പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ശർക്കര ഉരുക്കിയെടുക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് 1.5 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പ് വെച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ശർക്കരയിലെ കല്ലും മണ്ണും പൊടിയും പോകുന്നതിന് വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത്. നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരിമാവിലേക്ക് ശർക്കര ചൂടോടുകൂടി തന്നെ ഒഴിച്ച് കുഴച്ചെടുക്കാം. ഒരു സ്പൂണ് വെച്ച് നന്നായിട്ട് കുഴച്ചു കൊടുക്കുക. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തേങ്ങാപ്പാൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടുത്തതായി ഒരു മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ നമ്മൾ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും ശർക്കരയും ചേർത്ത മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് തേങ്ങാപ്പാലാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. 4 ഏലക്ക തൊലി കളഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടിച്ചെടുത്ത മിക്സ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നമുക്ക് കോരി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി മുന്തിരി ഇട്ട് കൊടുക്കാം. വറുത്തെടുത്ത മുന്തിരി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 മാവിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കി എടുക്കുക. ഒത്തിരി അങ്ങ് കട്ടിയാക്കി പോകേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായി ഈ പാത്രത്തിലാണ് നമ്മൾ മാവ് കോരി ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുന്നത്. ഈ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഒരു സ്പാച്ചില വെച്ച് നമുക്കിത് നന്നായിട്ട് തേച്ച് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം നെയ്യ്. പാത്രത്തിൽ നെയ്യ് നന്നായിട്ട് തടവി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ ഇറക്കി വെച്ച് വേവിച്ചെടുക്കാം. കിണ്ണത്തപ്പം വേവിച്ചെടുക്കുന്നതിനായി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊഴിച്ച് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഒരു തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ചു വച്ചിരിക്കുന്ന ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ബാറ്റർ ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് നന്നായി വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം.
കിണ്ണത്തപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ നന്നായിട്ട് സോഫ്റ്റായിട്ടുള്ള രീതിയിൽ കിണ്ണത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.